ഹലോ, വാട്ട്? തൻ്റെ ക്യാബിനിലെ ചെയറിൽ അല്പം അമർന്നിരിക്കുകയായിരുന്ന കശ്യപ് അല്പം ഉച്ചത്തിൽ തന്നെ ചോദിച്ചുകൊണ്ട് ചാടി എണീറ്റു. കാരണം ഫോണിൽ കൂടി കേട്ട കാര്യം അവനെ അത്രമേൽ ഞെട്ടിച്ചിരുന്നു. ഞാൻ ദാ വരുന്നു, അകത്താരും അറിയരുത് പറഞ്ഞതും ഫോൺ കട്ട് ചെയ്ത് ടേബിളിൽ നിന്ന് കാറിന്റെ കീയും എടുത്ത് അവൻ പുറത്തേക്ക് പാഞ്ഞു. സാർ? അവൻ പോവുകയാണെന്ന് മനസ്സിലായതും ഒരു പെൺകുട്ടി അവന്റെ പിന്നാലെ ഓടി വന്നുകൊണ്ട് വിളിച്ചു. എന്ത് വേണം മർലൻ? തന്റെ വഴി മുടക്കിയതിന്റെ അരിശം മറച്ചു വെക്കാതെ തന്നെ കശ്യപ് ചോദിച്ചു. അത് പിന്നെ സാർ, ഇന്ന് 11 മണിക്കാണ് RK ഗ്രൂപ്പ്സുമായിട്ടുള്ള മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. താൻ പിറകിൽ നിന്ന് വിളിച്ചത് അവൻ അത്ര രസിച്ചിട്ടില്ലെന്ന് മനസ്സിലായത് മെർലിൻ ആ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. എല്ലാ മീറ്റിംഗ്സും ക്യാൻസൽ ചെയ്തേക്ക്. അപ്പോയിന്റ്മെന്റ് കൊടുത്തവരെയൊക്കെ വിളിച്ച് മറ്റൊരു ഡേറ്റ് കൊടുത്തേക്ക്. ഞാനിതിന് ഇങ്ങോട്ട് വരില്ല. ഓക്കെ സാർ. കൂടുതലൊന്നും പറയാതെ മെർലിൻ അകത്തേക്ക് കയറിപ്പോയി. കശ്യപ് വേഗം തന്നെ തന്റെ കാറിലേക്ക് കയറി പുറത്തേക്ക് പാഞ്ഞു. ഇതാണ് കശ്യപ് മഹാദേവ്, ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MDമാരിൽ ഒരുവൻ. മഹാദേവന്റെയും ഉത്തരയുടെയും രണ്ടാമത്തെ മകൻ. അവനൊരു ചേട്ടൻ കൂടിയുണ്ട്, പാർത്ഥിവ് മഹാദേവ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തന്നെ ഹോസ്പിറ്റലും കോളേജും പോലെയുള്ള സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്നത് അവനാണ്. ആളൊരു ഡോക്ടറും കൂടിയാണ്. ഉത്തര സ്വന്തമായൊരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. അതിനപ്പുറം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സാധാരണ വീട്ടമ്മ. മഹാദേവൻ ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയാണ്. 6 വർഷം മുമ്പ് അയാളുടെ ഏതോ ബിസിനസ് ശത്രുവിൽ നിന്നുമുണ്ടായ ഏറ്റുമുട്ടലിൽ നട്ടെല്ലിന് കുത്തേറ്റതാണ്. അതിനുശേഷം അയാൾ ഒരേ കിടപ്പ് തന്നെയാണ്. ആ സംഭവത്തിന് ശേഷമാണ് പാർത്ഥിവും കശ്യപും കൂടി ബിസിനസ് ഒക്കെ ഏറ്റെടുത്തത്. തിരക്ക് പിടിച്ച ഹൈവേയിലൂടെ കശ്യപിന്റെ കാർ മുന്നോട്ട് കുതിച്ചു. അപ്പോഴൊക്കെ ആരോടോ എന്തിനോടോ ഒക്കെയുള്ള ദേഷ്യം കൊണ്ട് അവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. വിരലുകൾ സ്റ്റിയറിംഗിൽ വല്ലാതമർന്നു. ബ്ലഡി ബീച്ച്. മുരണ്ടുകൊണ്ട് അവൻ കാറിന്റെ വേഗത വീണ്ടും കൂട്ടി. നോപുര എന്ന് പേര് കൊത്തിയ ഗേറ്റിന് മുന്നിലെത്തിയതും അവൻ ഹോണിൽ വിരലമർത്തി വെച്ചു. അകത്തു നിന്നും സെക്യൂരിറ്റി ഓടി വരുന്നതും ഗേറ്റ് മലർക്കെ തുറന്നതും കണ്ട് അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവൻ കാറകത്തേക്ക് കയറ്റി. എവിടെടാ അവൾ? കാറിൽ നിന്നിറങ്ങിയതും അവൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു. അകത്തുണ്ട് സാർ. അകത്തോ? തന്നോട് ഞാൻ എന്താടോ പറഞ്ഞത്? അവൾ വന്നത് അകത്താരും അറിയരുതെന്നല്ലേ? എന്നിട്ടും താൻ എന്തിനാടോ അവളെ അകത്തോട്ട് കെട്ടിയെടുത്തത്? ദേഷ്യമോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ കൂടിക്കുഴഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഞാനല്ല സാർ, ഞാനതിനെ ഔട്ട് ഹൗസിലോട്ട് കൊണ്ടുപോകാനാ നോക്കിയത്. പക്ഷേ അതിനു മുന്നേ സാറിനെ കാണണമെന്ന് പറഞ്ഞ് ആ കൊച്ചു കിടന്ന് ബഹളം വെക്കുന്നത് കേട്ട് ഉത്തര മാഡം പുറത്തേക്ക് വന്നു. പിന്നെ അതിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയി. ഛേ, എന്നിട്ട് അവളമ്മയോട് വല്ലതും പറഞ്ഞോ? സാറിനെ കാണണം, കണ്ടിട്ടേ പോകൂ എന്ന് മാത്രമേ അതിന് പറയാനുള്ളായിരുന്നു. താൻ പൊക്കോ. അയാൾ പോയതും കശ്യപ് വേഗം അകത്തേക്ക് നടന്നു. നിനക്ക് ഞാൻ തരാമടി പുന്നാര മോളെ. വന്ന് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാനും മാത്രമുള്ള ധൈര്യമുണ്ടായോ വിശ്വനാഥന്റെ മകൾക്കും? നിനക്കെന്നെ കാണണമല്ലേടി? കാണിക്കാൻ നിന്നെ ഞാൻ നല്ല രീതിക്ക് തന്നെ കാണിക്കാം. മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പാഞ്ഞു. ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു എന്തോ ആലോചിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ. കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ടെങ്കിലും മുഖത്ത് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കല്ലിച്ചൊരു ഭാവമായിരുന്നു. ഒരു നോർമൽ ജീൻസും കുർത്തിയുമായിരുന്നു അവളുടെ വേഷം. മുടിയാണെങ്കിൽ വെറുതെ ഒരു പോണിടെയിൽ കെട്ടിയിട്ടുണ്ട്. മുഖത്ത് പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും തന്നെയില്ല. ഡി പുല്ലേ. ഉത്തര അവിടെയൊന്നുമില്ലെന്ന് മനസ്സിലായതും അവൻ അല്പം അമർത്തി സ്വരത്തിൽ വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ തന്നെ അതുവരെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുവായിരുന്ന പെണ്ണ് ഞെട്ടിയിട്ടെന്ന പോലെ അവനെ നോക്കി. മുന്നിൽ കലി കൊണ്ട് വിറച്ചു നിൽക്കുന്നവനെ കണ്ടതും അവൾ സ്വയം അറിയാതെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പുതിയ എന്ത് നാടകത്തിനാടി നിന്റെ വൃത്തികെട്ട തന്ത നിന്നെ എൻ്റെ കുടുംബത്തോട്ട് കയറ്റിവിട്ടത്? ആ പെണ്ണിന്റെ അരികിലേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവനൊരു മുരൾച്ച പോലെ ചോദിച്ചു. എൻ്റെ അച്ഛൻ? ആ, നീ വന്നോ കാശി? പിന്നിൽ ഉത്തരയുടെ ചോദ്യം കേട്ടതും കാശി ഒരു ഞെട്ടലോടെ അവളുടെ കയ്യിൽ പിടിവിട്ടകന്നു നിന്നു. സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞു ഈ കുട്ടി വന്ന കാര്യം. അവൻ പതിയെ പറഞ്ഞു. ആ, എന്തോ ജോലിക്കാര്യത്തിന് നീ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഈ കുട്ടി. ഓഫീസ് അറിയാത്തോണ്ടാ നീ ഇവിടെ താമസമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതെന്നാ ഇത് പറഞ്ഞത്. ആ, എൻ്റെ പൊന്നു മോന് ഇങ്ങോട്ടേക്കൊന്ന് കയറണമെങ്കിൽ മുഹൂർത്തം കുറിക്കണമെന്ന് എനിക്കല്ലേ അറിയൂ. ഉത്തരയുടെ അവസാന വാക്കുകളിൽ അല്പം വേദന നിഴലിച്ചിരുന്നു. കശ്യപ് ആ വീട്ടിൽ തങ്ങാതെ ഓഫീസിനടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ തനിച്ചാണ് താമസം. ആ ഓർമ്മയിലായിരുന്നു ഉത്തര അങ്ങനെ പറഞ്ഞത്. എന്താ അമ്മ ഇത്? വീട്ടിലോട്ട് ആരെങ്കിലും വരുമ്പോഴാണോ അമ്മയുടെ പരാതിക്കെട്ട് അഴിക്കുന്നത്? അവളുടെ മുന്നിൽ വെച്ചുള്ള കുറ്റപ്പെടുത്തൽ ഇഷ്ടപ്പെടാത്തതുപോലെ കശ്യപ് ചോദിച്ചു. ഇങ്ങനെയൊക്കെയല്ലേ എൻ്റെ മോനെ ഒന്ന് നേരിൽ കാണാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. പറഞ്ഞുകൊണ്ട് ഉത്തര നിതാരക്കരികിലേക്ക് ചെന്നു. ദാ മോളിത് കുടിക്ക്. ഞാൻ സ്കൂളിലോട്ട് പോകാനിറങ്ങുമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ നിന്റെ ഓഫീസിലോട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാ വിളിച്ചു പറയാഞ്ഞത്. ഉത്തര പറഞ്ഞതിന് മറുപടിയായി അവനൊന്ന് മൂളുക മാത്രമായിരുന്നു ചെയ്തത്.
പെട്ടെന്ന് കുടിച്ചിട്ട് വാ, നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കാം തൻ്റെ ജോലിക്കാര്യമൊക്കെ. തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞവനോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും നിതാര പെട്ടെന്ന് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ഞാനെന്നാ പൊയ്ക്കോട്ടെ അമ്മേ, സാറിനെ കാണേണ്ടത് അത്യാവശ്യമായി പോയത് കൊണ്ടാ ഇവിടേക്ക് വരേണ്ടി വന്നത്. അമ്മയ്ക്കൊന്നും തോന്നരുത്. അതിനെന്താ മോളെ, മോളിങ്ങനെ വന്നോണ്ട് എനിക്കും മോനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഉത്തര ചിരിയോടെ പറഞ്ഞു. അപ്പോഴെല്ലാം ആ പെൺകുട്ടിയെ നോക്കി കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കശ്യപ്. ഡാ, നീ അച്ഛനെ കാണുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. താൻ പാടോ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെയും കൂട്ടി തിരക്കിട്ട് പുറത്തേക്ക് പോകുന്ന മകനെ നോക്കി നിൽക്കുമ്പോൾ ഉത്തരയുടെ കണ്ണുകളൊന്നും നനഞ്ഞു. നോക്കി നിൽക്കാതെ കയറടി പുല്ലേ. കാറിനടുത്തെത്തിയതും അവനലറി. അവൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി ഡോറടച്ചു. കാർ അതിവേഗം പുറത്തേക്ക് പാഞ്ഞു. ആ യാത്ര ചെന്നവസാനിച്ചത് കശ്യപിന്റെ ഫ്ലാറ്റിന് താഴെയായിരുന്നു. കാർ പാർക്ക് ചെയ്ത് ഡോർ തുറന്നവളെയും വലിച്ചിറക്കി അവൻ ലിഫ്റ്റിനരികിലേക്ക് നടന്നു. ലിഫ്റ്റിലും രണ്ടുപേരും മൗനമായിരുന്നു. ഇനി പറഞ്ഞു തുലക്കടി, പുതിയ എന്തടവുമായിട്ടാടി നിന്റെ തന്ത നിന്നെ എൻ്റെ കുടുംബത്തോട്ട് കയറ്റിവിട്ടത്? ഫ്ലാറ്റിന്റെ ഡോർ തുറന്നതും അവളെ അകത്തേക്ക് തള്ളിക്കൊണ്ട് അവൻ ചോദിച്ചു. ശക്തമായുള്ള അവന്റെ തള്ളലിൽ നിലത്തേക്ക് വീണുപോയ അവളെ നോക്കിക്കൊണ്ട് തന്നെ കശ്യപ് ഡോറടച്ച് കുറ്റിയിട്ടു. അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ നിലത്തുനിന്ന് പതിയെ എണീറ്റു. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്നും എൻ്റെ അച്ഛനെ അറിഞ്ഞിട്ടില്ല. ഞാൻ സ്വമേധയാ വന്നതാ. എന്തിന്? അവളുടെ പറച്ചിൽ കേട്ട് കാര്യമറിയാതെ ഒന്നമരുന്നെങ്കിലും ഉരിയം ചുളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ. വാട്ട്? അവളുടെ വാക്കുകളിൽ അവനാകെ പകച്ചുപോയിരുന്നു. അതെ മിസ്റ്റർ കശ്യപ് മഹാദേവ്, എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കമ്പനി പണയം വെച്ച് നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. അതിൻ്റെ 3 ഇരട്ടി അച്ഛൻ നിങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ? എന്നിട്ടും ആ പണത്തിൻ്റെ പേരും പറഞ്ഞ് ആ മനുഷ്യനെ വേട്ടയാടുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചോ? ഓഹോ, ഈ കള്ളക്കഥയൊക്കെ മോളെ പറഞ്ഞു പഠിപ്പിച്ചത് നിന്റെ തന്ത തന്നെയാണോ? കശ്യപിന്റെ സ്വരത്തിൽ പുച്ഛം മാത്രമായിരുന്നു ആ നേരത്തുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ കള്ളം പറയാറില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞത് അച്ഛൻ തന്നെയാ. ഇത് മാത്രമല്ല, തരാനുള്ള പണമൊക്കെ തന്നു തീർന്നിട്ട് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന വഴിയെന്ന പോലെ നിങ്ങളെൻ്റെ ശരീരത്തിന് വിലയിട്ടതും പറഞ്ഞു. ശാന്തമെങ്കിലും അത്രമേൽ ഉറപ്പോടെയുള്ള അവളുടെ ഓരോ വാക്കുകളും കശ്യപിന് ചെറിയ തോതിലൊന്നുമായിരുന്നില്ല ഞെട്ടിച്ചത്. അവളുടെ അച്ഛൻ വിശ്വനാഥൻ അയാളുടെ കമ്പനി പണയപ്പെടുത്തി പണം വാങ്ങിയതും അതയാൾ തിരികെ തരാതിരുന്നതിലൂടെ ആ കമ്പനി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നുമൊക്കെ സത്യമായിരുന്നുവെങ്കിലും താൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം അയാളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നവൻ വെറുതെ ഓർത്തു. എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാലും കശ്യപ് മഹാദേവ് ഒരിക്കലും ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയിടില്ല. അതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ നിതാര വിശ്വനാഥന്റെ കാര്യത്തിൽ അതൊരിക്കലും സംഭവിക്കില്ല. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഓഹോ, അപ്പോ കശ്യപ് മഹാദേവന് മുന്നിൽ സ്വയം സമർപ്പിച്ച് അച്ഛൻ്റെ സാമ്രാജ്യം തിരികെ പിടിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടത് തന്നെയാ അല്ലേ വിശ്വനാഥന്റെ പൊന്നോമന പുത്രി നിതാര വിശ്വനാഥൻ? ഒട്ടൊരു നേരത്തിന് ശേഷം വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ഈ ശരീരമല്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ അച്ഛനെ വേട്ടയാടിയത് മുഴുവൻ? ദാ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനുശേഷം നിങ്ങൾ അച്ഛൻ്റെ പിന്നാലെ വരാൻ പാടില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു നീക്കാൻ പോലും മെനക്കെടാതെ പറയുന്ന പെണ്ണിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു നിമിഷം താൻ പതറിപ്പോകുന്നത് കശ്യപ് അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും അവളുടെ മുന്നിൽ കാണിക്കാതിരിക്കാനെന്ന പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. ശരിയാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. നിന്റെ ഈ ശരീരത്തിന് വേണ്ടി തന്നെയാ ഞാനിതൊക്കെ ചെയ്തത്. അതിപ്പോ നീയായിട്ട് തന്നെ എനിക്ക് തരാൻ തയ്യാറായ സ്ഥിതിക്ക് നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിട്ടേക്കാം. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. പക്ഷേ എനിക്കിപ്പോൾ നിന്റെ ഈ ശരീരം സ്വന്തമാക്കാനുള്ള മൂഡില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തേക്കൊന്ന് പോവുക. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. അതൊക്കെ തീർത്ത് ഞാൻ വരും വരെ നീ ഇവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ചേട്ടന് മോളെ വിശദമായിട്ടൊന്ന് കാണാൻ. ഇപ്പോൾ തൽക്കാലം മോള് ചെന്നൊന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് റെഡിയായിട്ടിരിക്കും. അപ്പോഴേക്കും ചേട്ടനിങ് എത്തിയേക്കാം. ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങിയ കശ്യപ് ഫ്ലാറ്റിന്റെ ഡോർ പുറത്തുനിന്ന് പൂട്ടി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടെന്ന പോലെ അവൻ പുറത്തേക്ക് പാഞ്ഞു. ഫ്ലാറ്റിൽ നിന്നും തിരികെ പോകാൻ കാർ എടുക്കുമ്പോൾ ദേഷ്യം കൊണ്ട് അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. നീ കാണിച്ച തെമ്മാടിത്തരത്തിന് കശ്യപിന്റെ കോടതിയിൽ നിനക്ക് മാപ്പില്ല. കടപ്പല്ലുകൾ ഞെരിച്ച് ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് അവന്റെ കാൽ ആക്സിലേറ്ററിൽ വീണ്ടും വീണ്ടും അമർന്നുകൊണ്ടിരുന്നു. കശ്യപ് പോയതോടെ ആ വലിയ ഫ്ലാറ്റിലങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ജീവിതം മുഴുവനായി ഏതോ ഒരു ഇരുൾക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെയായിരുന്നു നിതാരയ്ക്ക് തോന്നിയത്. എങ്കിൽ പോലും അവിടെ നിന്നുമൊരു രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിച്ചതേയില്ല. അയാളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ഇരട്ടിയിലധികവും അച്ഛൻ തിരികെ കൊടുത്തിട്ടും കശ്യപ് അച്ഛനെ ഇത്രയേറെ വേട്ടയാടിയത് തൻ്റെ ഈ ശരീരത്തിന് വേണ്ടി മാത്രമല്ലേ? അതയാൾക്ക് നൽകുന്നതോടെ അച്ഛനും അമ്മയും അനിയനുമെല്ലാം രക്ഷപ്പെടുമെങ്കിൽ
ഇയാളിൽ നിന്നുമൊരു രക്ഷപ്പെടൽ താൻ മോഹിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. കശ്യപിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത ശേഷം ഇവിടുന്ന് പുറത്തേക്കിറങ്ങുന്നതൊരിക്കലും പഴയ നിതാര വിശ്വനാഥന്റെ നിഴൽ പോലും ആവില്ല. പക്ഷേ പേടിച്ചൊളിച്ചോടാൻ വയ്യ. ഈ ശരീരം കശ്യപിന് കാഴ്ചവെക്കുന്നതോടെ തന്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പക്ഷേ പരിശുദ്ധി നഷ്ടപ്പെട്ട് ഇവിടെ നിന്നും തിരികെ ഇറങ്ങുന്ന നിതാര പിന്നെ ജീവിച്ചിരിക്കില്ല. അവൾ സ്വയം മനസ്സിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് ഓർത്തു. അവൻ വരും മുന്നേ രക്ഷപ്പെടാൻ പ്ലാനൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൾ ആ ഫ്ലാറ്റ് മുഴുവനായി ഒന്ന് കാണാമെന്ന് കരുതി അകത്തേക്ക് നടന്നു. 2 ബെഡ്റൂമും ഹാളും ഓപ്പൺ കിച്ചണും കോമൺ ബാൽക്കണിയും അടങ്ങിയതായിരുന്നു ആ ഫ്ലാറ്റ്. അതിനുള്ളിൽ അടുക്കും ചിട്ടയുമൊക്കെ കണ്ടാൽ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ടായിരുന്നു വീട് മുഴുവനായി വെച്ചിരുന്നത്. ഹാളും ബാൽക്കണിയുമൊക്കെ കണ്ടു കഴിഞ്ഞതും അവൾ ആദ്യം കണ്ട ബെഡ്റൂമിലേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിലായി അത് കശ്യപിന്റെ മുറിയാണെന്ന്. വിശാലമായ ആ മുറിയുടെ ഒത്ത നടുവിലായിട്ട കിങ് സൈസ് ബെഡും അതിന്റെ വീതിയിൽ തന്നെ തലഭാഗത്തെ ചുവരിൽ ഫ്രെയിം ചെയ്തു വെച്ച ഒരു ചിത്രവും ആ മുറിയുടെ ഭംഗി ഇരട്ടിപ്പിക്കുന്നതായിരുന്നു. ഉത്തരയുടെ ഇരുവശത്തുമായി നിന്ന് അവരുടെ കവിളിൽ ചുംബിക്കുന്ന ആൺമക്കളുടെ ചിത്രമായിരുന്നു അത്. അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മക്കൾക്കൊപ്പം ആ അമ്മ എത്രയോ സന്തോഷവതിയാണെന്ന് ഓർത്തുപോയിരുന്നു നിതാര. ആ മുറിയാകെ കണ്ണോടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു പുറത്ത് മെയിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. കശ്യപ് തിരിച്ചു വന്നതാവും എന്നോർത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് ഞെട്ടിപ്പോയി. അതൊരു മധ്യവയസ്കയായ സ്ത്രീയായിരുന്നു. വേഷം കൊണ്ട് തന്നെ അവരവിടെ ജോലിക്ക് വന്നതാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാരാ പുതിയൊരവതാരം? അച്ഛന്റെ ഗുണമൊന്നും 2 അമ്മക്കൾക്കും ഇല്ലാത്തതാണല്ലോ. പിന്നിപ്പോ ഇതെന്തു പറ്റി? പ്രതീക്ഷിക്കാത്തതെന്തോ കണ്ടതിന്റെ അനിഷ്ടത്തോടെ തന്നെയായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യം. ഞാൻ കശ്യപിന്റെ ഫ്രണ്ടാ. ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാ. കശ്യപ് പെട്ടെന്നെന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയതാ. അല്ലാതെ ചേച്ചി വിചാരിക്കുന്നത് പോലെ ഞാൻ വേണ്ട കൊച്ചെങ്ങനെയാ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കശ്യപ് മോൻ ഏതായാലും ഈ വിഷയത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവനിൽ നിന്ന് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കാര്യം കണ്ടതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചത്. നിതയെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ആ സ്ത്രീ പെട്ടെന്ന് കയറി പറഞ്ഞു. അത് കേൾക്കെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പോയിരുന്നു. ഞാൻ കല്യാണി. ഇവിടുത്തെ ഏകദേശം എല്ലാ ഫ്ലാറ്റിലും അടുപ്പും തുടപ്പുമൊക്കെ ഞാനാ. ഇവിടെ പിന്നെ പാചകവും കൂടിയുണ്ട്. ഓരോ വീട്ടുകാർക്കും ഓരോ സമയത്താ. ഇവിടെ ഇപ്പോഴാ 12 തൊട്ട് 2 വരെ. അതിനിടയ്ക്ക് ക്ലീനിങ്ങും അത്യാവശ്യം ആഹാരമുണ്ടാക്കലും ഒക്കെ കഴിയും. കിച്ചണിലേക്ക് ചെന്ന് തന്റെ ജോലി ആരംഭിക്കുന്നതിനിടെ തന്നെ അവർ പറഞ്ഞു. അവളുടെ സംസാരം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ആശയേറ്റ തന്റെ ജീവിതത്തിൽ ഒരാശ്രയമായി തോന്നിയതുകൊണ്ടോ എന്തോ അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിതയും കല്യാണിക്കൊപ്പം കൂടി. വാതോരാതെ സംസാരിക്കുന്നതിനിടയിലും അവരുടെ കൈകൾ വേഗത്തിൽ ജോലി ചെയ്യുന്നതവൾ കൗതുകത്തോടെ നോക്കി നിന്നു. അപ്പോ എന്റെ പണി കഴിഞ്ഞു. ഞാൻ പോവുക. വാതില് നേരത്തെ പോലെ പുറത്തുനിന്ന് പൂട്ടണോ അതോ? പൂട്ടിയേക്ക് ചേച്ചി. ഞാൻ ഏതായാലും കശ്യപ് വന്ന് കണ്ടിട്ടേ പോകൂ. അവളൊരു വാടിയ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ ശരി, ഞാനിറങ്ങുക. ചേച്ചി. തന്റെ കവറെടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന കല്യാണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് വിളിച്ചു. അവർ ചോദ്യഭാവത്തിൽ അവളുടെ കണ്ണിലേക്ക് നോക്കി. ചേച്ചിക്ക് കശ്യപ് വന്നിട്ട് പോയാൽ പോരെ? എനിക്കെന്തോ ഇവിടെ ഒറ്റയ്ക്ക്. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ കല്യാണിക്ക് അവളോട് അലിവ് തോന്നിയെങ്കിലും അവർ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ഇരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ മോളെ, ഈ ഓട്ടപ്പാച്ചിൽ കൊണ്ടാ കല്യാണി ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ 2 മണിയായി. ഇനിയും 3 വീടുകളിലെ പണി കൂടി തീർത്തു കഴിഞ്ഞാലേ ഒന്ന് വീട്ടിൽ പോകാൻ പറ്റൂ. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഇച്ചിരി മൂടൊന്ന് ഇരുന്നു പോയാൽ മാസാവസാനമുള്ള കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോവും മോളെ. അതുകൊണ്ട് ഞാൻ ചെല്ലട്ടെ? അവളുടെ കവിളിലൊന്ന് തലോടി പുഞ്ചിരിയോടെയായിരുന്നു പറച്ചില്ലെങ്കിലും ആ സ്ത്രീയുടെ കണ്ണുകളിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞത് തന്നെപ്പോലുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ ഓരോ ഘോഷയാത്ര തന്നെയായിരുന്നു. ശരി ചേച്ചി. ഒറ്റയ്ക്കിരിക്കാനുള്ള മടി കൊണ്ട് ചോദിച്ചു പോയതാ ഞാൻ. സാരമില്ല, ചേച്ചി ചെല്ല്. ഒറ്റയ്ക്കിരിക്കാനൊന്നും ഇവിടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇവിടെ. ഞാൻ തന്നെ ഏത് പാദയാത്രയും ഇവിടുത്തെ ഏത് ഫ്ലാറ്റിൽ വേണേലും ജോലിക്ക് പോവും. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ഞാൻ ഡോറ് പൂട്ടിയേക്കാം. പറഞ്ഞതും കല്യാണി തിടുക്കപ്പെട്ട് പുറത്തേക്കിറങ്ങി വാതിൽ വലിച്ചടച്ചിരുന്നു. അവർ കൂടി പോയതും വീണ്ടും ആ ഫ്ലാറ്റിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ നിത ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഫ്ലാറ്റിന് താഴേക്കും റോഡിലേക്കും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ കല്യാണി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കശ്യപ് മോൻ പെൺവിഷയത്തിലല്ല പോലും. സ്വന്തം മകളുടെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരച്ഛനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കശ്യപ് ഉണ്ട്. അയാളെ ചേച്ചിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ അവൾ ഓർത്തു.